പ്രിയപ്പെട്ടവരെ, 33 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ ശ്രീ കെ രവീന്ദ്രൻ സാർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. 2017 ചേരിയം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രഥമ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായി ചാർജെടുത്തതു മുതൽ കരുതലും സംരക്ഷണവും അംഗീകാരവും പ്രോത്സാഹനവും നൽകി നമ്മയെല്ലാം ഹൃദയത്തോട് ചേർത്തുവെച്ച, കുട്ടികളെയും സ്ഥാപനത്തെയും കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സാറിൻ്റെ വിരമിക്കൽ ഘട്ടത്തിൽ ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നഷ്ടബോധത്തോടെ ആത്മാർത്ഥമായ ആശംസകളോടെ ഈ സ്നേഹോപഹാരം സമർപ്പിച്ചു കൊള്ളട്ടെ. സ്നേഹം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വളരെ പ്രയാസം നിറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഒരു അക്കാദമിക് വർഷം കഴിഞ്ഞു. ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നിട്ട് പോലും എല്ലാ പ്രോഗ്രാമുകളിലും സജീവമായിട്ട് പങ്കെടുക്കുകയും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വം ഇക്കാര്യം ഓർമ്മിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം, വിദ്യാഭ്യാസ വകുപ്പുകളുടെ തീരുമാനപ്രകാരം ഇപ്പോൾ നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും തൊട്ടടുത്ത ക്ലാസ്സുകളിലേക്ക് ക്ലാസ് കയറ്റം നൽകി, പ്രൊമോഷൻ നൽകിയിട്ട് ഉത്തരവായിട്ടുണ്ട് എന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ വർഷം പാസ്സായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ ആരും തന്നെ ഒരു ക്ലാസ്സിലും തോൽക്കുകയോ പഠനം നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നറിയിക്കുന്നു. ഇനി നിങ്ങളുടെ ക്ലാസ് അധ്യാപകർ ക്ലാസ് കയറ്റം നൽകിയ വിവരം നിങ്ങളെ അറിയിക്കുന്നതാണ്. നേരിട്ട് ഫോണിലൂടെ അറിയിക്കും.
അതോടൊപ്പം നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചേഴ്സിനെയും അതോടെ മറ്റ് വിഷയങ്ങൾ എടുക്കുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടുകയും അവർ നേരിട്ട് നിങ്ങളുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്യും. നിങ്ങളുമായും നിങ്ങളുടെ രക്ഷിതാക്കളുമായിട്ടും ഫോണിൽ അവർ ബന്ധപ്പെടും, നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സുമായിട്ട്, നിങ്ങളുടെ പുതിയ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും സഹായവും ചെയ്തു തരും. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ, സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ടീച്ചേഴ്സിൻ്റെ സഹായം ഉണ്ടാവും എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. ഈ കൊറോണയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടും. നമുക്ക് സാധാരണ പോലെ തന്നെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പ്രത്യാശിക്കാം. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, നിങ്ങളുടെ വീടുകളിൽ ബോധവൽക്കരണം കൂടെ നടത്തുക. നമ്മൾ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ നമ്മളോട് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് ഈ പകർച്ചവ്യാധിയെ തടയുന്നതിന് നിങ്ങളുടേതായിട്ടുള്ള പങ്ക് വഹിക്കുക. തീർച്ചയായും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമുക്ക് കഴിയുന്ന പെട്ടെന്ന് തന്നെ ഈ മഹാമാരിയെ നിയന്ത്രിക്കുന്നതിനും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുവാനുള്ളത്, 1988 സേവനത്തിൽ പ്രവേശിച്ച് ഇപ്പോൾ ഈ വർഷം 2021 മെയ് 31 ഞാൻ HM സേവനത്തിൽ നിന്ന്, ഹെഡ് മാസ്റ്റർ സേവനത്തിൽ നിന്നും വിരമിക്കുകയാണ്. ആ വിവരം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹം ഞാൻ വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ അക്കാദമിക് ഇയറിൻ്റെ അവസാന ഭാഗത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ കലാപരിപാടികളിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പരിപാടികളുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ. നന്ദി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ സാർ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. കോവിഡിൻ്റെ 2ാം വരവ് ഭീതി വിതച്ചില്ലായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അതിഗംഭീരമായ ഒരാദരം തന്നെ നൽകാമായിരുന്നു. ചേരിയം ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത ഒരധ്യായമാണ് രവീന്ദ്രൻ സാറിൻ്റേത്. UP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തിയതിനു ശേഷം വന്ന ഹൈസ്കൂളിലെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ എന്ന പദവി സാറിന് സ്വന്തം. ബാലാരിഷ്ടകളിൽ നിന്നും സ്കൂളിനെ മികച്ച വിജയത്തിലേക്ക് ഉയർത്തുന്നതിൽ സാറിൻ്റെ പങ്കാളിത്തം സ്തുത്യർഹമാണ്. സാറിൻ്റെ റിട്ടയർമെൻറ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരു ഹെഡ് മാസ്റ്റർ എന്നതിലുപരി ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിതാന്ത ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു രക്ഷിതാവ് കൂടിയാണ് സാർ. ഒരുപാട് പരിമിതികളുള്ള നമ്മുടെ സ്കൂളിൽ സബ് ജില്ലാ കലാമേള ഏറ്റെടുത്ത് വിജയം വരിച്ചത് സാറിന് അവകാശപ്പെടാവുന്ന ഒരു മികച്ച വിജയം തന്നെയാണ്. പാഠ്യവിഷയങ്ങൾക്കൊപ്പം കലാകായിക മികവുകൾ കൂടി കണ്ടെത്തി പരിശീലിപ്പിക്കുന്നതിനും അവ വളർത്തിയെടുക്കുന്നതിനുമുള്ള സാറിൻ്റെ താല്പര്യം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സാറിൻ്റെ വിശ്രമ ജീവിതം ആരോഗ്യപൂർവ്വമായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിലെ കേളി കേട്ട പേരിലാക്കി തീർന്നവരെ സ്റ്റേഡിയത്തിൽ പൂത്തുലഞ്ഞ പൂമരമേ, സ്കൂളിലെ കേളി കേട്ട പേരിലാക്കി തീർന്നവരെ നമ്മുടെ അച്ഛമായ രവീന്ദ്രൻ സാറിന്നവരെ യാത്രയാകുന്നു നമ്മളിന്ന് സ്നേഹനിധിയാരെ. സ്റ്റേഡിയത്തിൽ പൂത്തുലഞ്ഞ പൂമരമേ, സ്കൂളിലെ കേളി കേട്ട പേരിലാക്കി തീർ
തീർത്തവരെ സ്കൂളിന്റെ വികസനത്തിൻ മുൻനിരയിൽ നിന്നവരെ പഠനത്തിൻ മികവിനായി എന്നും നമ്മെ നയിച്ചവരെ സ്കൂളിന്റെ വികസനത്തിൻ മുൻനിരയിൽ നിന്നവരെ പഠനത്തിൻ മികവിനായി എന്നും നമ്മെ നയിച്ചവരെ സ്കൂളിന്റെ കീഴി കേട്ട് മാതൃകയായി ജോലിച്ചവരെ ജീവനക്കാർക്കിടയിൽ ഐക്യത്തോടെ നിന്നവരെ GHS സ്റ്റേഡിയത്തിൽ പൂത്തുലഞ്ഞ പൂമരമേ സ്കൂളിനെ കേളി കേട്ട പേരിലാക്കി തീർത്തവരെ ചെറിയം സ്കൂളിലെന്നും മാതൃകയായി നിന്നവരെ ചെറിയം സ്കൂളിലെ തണൽ മരമായി വളർന്നവരെ ചെറിയം സ്കൂളിലെന്നും മാതൃകയായി നിന്നവരെ ചെറിയം സ്കൂളിലെ തണൽ മരമായി വളർന്നവരെ മംഗളം 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 നേർന്നിടുന്നു ബഹുമനരാം യച്ഛമിന് ആശംസ നേർന്നിടുന്നു നമ്മുടെ പ്രിയ യച്ഛമിന് GHS സ്റ്റേഡിയത്തിൽ പൂത്തുലഞ്ഞ പൂമരമേ സ്കൂളിനെ കേളി കേട്ട പേരിലാക്കി തീർത്തവരെ GHS സ്റ്റേഡിയത്തിൽ പൂത്തുലഞ്ഞ പൂമരമേ സ്കൂളിനെ കേളി കേട്ട പേരിലാക്കി തീർത്തവരെ നമ്മുടെ അച്ഛനായ രവീന്ദ്രൻ സാർ എന്നവരെ യാത്രയാക്കുന്നു നമ്മളിന്ന് സ്നേഹനിധിയവരെ GHS സ്റ്റേഡിയത്തിൽ പൂത്തുലഞ്ഞ പൂമരമേ സ്കൂളിനെ കേളി കേട്ട പേരിലാക്കി തീർത്തവരെ GHS സ്റ്റേഡിയത്തിൽ പൂത്തുലഞ്ഞ പൂമരമേ സ്കൂളിനെ കേളി കേട്ട പേരിലാക്കി തീർത്തവരെ. പ്രിയ കൂട്ടുകാരെ, വരൂ GHS ചേരിയം മങ്കടയിലേക്ക്. ഇവിടെയുണ്ട് മികച്ച ആധുനിക സൗകര്യങ്ങൾ, പ്രഗത്ഭരായ അധ്യാപകർ, പ്രകൃതി രമണീയമായ അന്തരീക്ഷം, ഹൈടെക് ക്ലാസ് മുറികൾ, വ്യത്യസ്തരായ ചങ്ങാതിമാർ. ഇവിടെ നേടാറുണ്ട് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ, കലാകായിക രംഗങ്ങളിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ. ഇവിടെ ഓരോ കുട്ടിയും പ്രത്യേകം പരിഗണിക്കപ്പെടാറുണ്ട്. കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും അറിഞ്ഞും അറിയിച്ചും ചെയ്തും കളിച്ചും വായിച്ചും എഴുതിയും മടുപ്പില്ലാതെ ഇവിടെ പഠിക്കാം. GHS ചേരിയം. പ്രീ പ്രൈമറി മുതൽ 10ാം തരം വരെ ഒരു കുടക്കീഴിലാണിവിടെ. തോൽവിയറിയാത്ത വിജയികളുടെ ബാച്ചുകളാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. നിങ്ങളുടെ വേദനകളിൽ പങ്കുചേരാൻ ഞങ്ങളുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളിൽ താങ്ങാകാൻ ഞങ്ങളുണ്ട്. നിങ്ങളുടെ സർവ്വതോന്മുഖമായ വികാസമാണ് നമ്മുടെ സ്കൂളിൻ്റെ ലക്ഷ്യം. അഡ്മിഷനു വേണ്ടി വിളിക്കൂ. मेरे पिया
തിരുടനാമൂറഹി ഭണ്ഡാര ശേവൻ പോരത്തെ തിരുതൂതർ നബിയുള്ള കിടിവാശം ഫാദിത്തെ തിരുടനാമൂറഹി ഭണ്ഡാര ശേവൻ പോരത്തെ ബലി കൊണ്ട് കൊടുപ്പാനായുപനാമെണ്ടൂരത്ത് ബല തോന്നൽ മാദീനത്തിൽ മുഹമ്മദിന്റെ ഇടത്തെ സുഹൈൽ പുകിതന കുടീതനൊപ്പമെടുരത്തിട്ട പുതർമ ചെളുണ്ടതായി സുതഞ്ഞ മുറഹിബ് കഥനം തരുതുടപെതനമിലപ്പഴമൊളിന്തതായി തരുണന ഹജ ശബരിയൻ മുഹമ്മദിലിരുണ സിഹറതിരുണന്തായി തനിക്കും അത് ഫലിക്കും എന്റെ ഇനിപ്പിൾ ഭയമാ തിരുതൂതർ നബിയുള്ള കിതിവാശം ഫാദിത്തെ തിരുട്ടനാമൂറൈ ഭണ്ഡാര ശേവൻ കൂടിത്തെ ഭയത്തവനൂരത്തപ്പണഭൂതർമ സൂര്യക്ക് വിടഉബലിലായോനുദകിടുന്നാമക്കൈ ഫൊയന്മായം നഹാറുള്ളേ പൊളുത്തെണ്ടുമേനിക്കൈ ഫുടവില്ലണ്ടൂരത്തപ്പൾ മൈഫാനരസിക്കൈ തുയറിയവനുടെ കൈമില്ലിഫി കൊടുതൈമില നടന്നവൻ മദീനത്തിൽ തുരക്ക് പുലപലർക്ക് ചുടനെ ബിരിരിക്കും മസീദ് കനവെത്തി വെയിലും നിരഭദ്രമയങ്ങും തിരുമുഖതിയലേ കലനവനാദരത്തിൽ ഭയത്തും ഉടകിടുത്തും നിണ്ടത് കാറ്റിൽ മശത്തിൽ തിരുതൂതർ നബിയുള്ള ഗിരിവാശം ഫാദിത്തെ തിരുട്ടനാമൂറൈ ഭണ്ഡാര ശേവൻ കൂറിത്തെ മശത്തിനാലഹു കാലഞ്ഞെ ബിയും തന്നിട്ടമാ മടിക്കാമൽ പാറോട്ടും ഭയക്കണ്ട മനമാ മുഷിപ്പുങ്കൾ മുഖം കണ്ട് പിറത്തന്റെ താനുമാ മുടക്കിതാലേ ത്വഹത്തില ചൊല്ലീതമാ പശമേൽക്കലിയുടെ കശമേലരിശയിൽ മുഷിക്കൈ പതകമുള്ള പണ്ടാൻ പതികളും ഉറഹിപടത് പതിയും അതിൽ കിതാബുള്ളതിനുള്ള തീങ്ങാൻ അശകേറിയിലും പരീക്ഷത്തിന് പത് കശകം പെടുന്നവരുള്ളറിയാൻ അതിതൻ ഹബറണതും നബി അരുൾ ഹലീപുലിതാൻ കോവിഡ്-19 മഹാമാരിക്ക് മുമ്പിൽ ലോകം മുഴുവനും നടുങ്ങി ഉറച്ചു നിൽക്കുന്ന കാഴ്ചക്കാണ് നാം സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളെ കീഴടവിറപ്പിച്ചിരുന്ന വൻ ശക്തികൾ ആക്രമിച്ചിരുന്ന പല രാജ്യങ്ങളും ഇന്ന് ഈ മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന മരിച്ചു വരുന്നത്. പക്ഷെ ചൈനയിലെ വുഹാൻ എന്ന പ്രദേശത്തു നിന്നും തുടങ്ങി ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി ഇന്ന് നമ്മുടെ വീടിന്റെ പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു. ഈ വൈറസിന് മുന്നേ നമ്മുടെ വീടിന്റെ പൂമുഖവാതിൽ ശക്തിയായി കൊട്ടി അടച്ചേ മതിയാവും. അതെ, പുറത്തിറങ്ങാതെ നമുക്ക് നമ്മുടെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ സുരക്ഷിതരായിരുന്നു നമുക്ക് ഈ മഹാമാരിയെ നാടുകടത്താം. അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തു പോകേണ്ടി വന്നാൽ മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും സോപ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കാനും നാം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് ഈ വൈറസിൽ നിന്നും നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാം. അതുമാത്രമല്ല നമ്മുടെ അടുത്ത തലമുറക്ക് സുരക്ഷിതരാവും ചെയ്യാം. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.
Battery low. താമസിച്ചിരുന്നു. ആ കാക്ക കുറെ പറന്ന് കളിക്കുകയായിരുന്നു. ആ കാക്ക ദാഹിച്ചു. ആ കാക്ക ചുറ്റും നോക്കി, അവിടെ എവിടെയും വെള്ളം കണ്ടില്ല. അപ്പൊ അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയി. അപ്പോ അവിടെ ഒരു വീട് കണ്ടു. ആ വീടിന്റെ മുകൾ ഭാഗത്ത് കാക്ക ഇരുന്നു. ആ മുകൾ ഭാഗത്ത് ഇരുന്നപ്പോ അവിടെ മുറ്റത്ത് നോക്കി. അപ്പൊ അവിടെ ഒരു വലിയ കുടം കണ്ടു. ആ കുടത്തിലേക്ക് കുടത്തിന്റെ അവിടെ ഇരുന്നു അവൻ. അപ്പൊ കുടത്തിലേക്ക് നോക്കി, അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ കാക്ക ആലോചിച്ചു,
ഇതിൽ കുറച്ച് കുളത്തിലേക്ക് കുറച്ച് കല്ലിട്ടാൽ അതിൻ്റെ അളവ് കൂടി വരുമെന്ന് അവൻ ആലോചിച്ചു. അപ്പോൾ അവൻ മുറ്റത്ത് കല്ലുകളുണ്ടോ നോക്കി. അപ്പോൾ കുറച്ച് കല്ലുകൾ അവൻ എടുത്തു. ആ കല്ലുകൾ എടുത്ത് കുടത്തിലേക്ക് അവൻ ഇട്ടു. അതിൻ്റെ അളവ് കൂടി വന്നു. അപ്പോൾ അവനത് കുടിച്ചു. അവർക്ക് വളരെ സന്തോഷമായി. തലയൻ കുട്ടപ്പൻ കൊട്ടയുമായി വരുന്നുണ്ടേ, കൊട്ടയിൽ നിറയെ മുട്ടയുമായി ഓടി നടക്കും കുട്ടപ്പൻ, ഓടി നടക്കും കുട്ടപ്പൻ. മൊട്ടത്തലയൻ കുട്ടപ്പൻ കൊട്ടയുമായി വരുന്നുണ്ടേ, കൊട്ടയിൽ നിറയെ മുട്ടയുമായി ഓടി നടക്കും കുട്ടപ്പൻ, ഓടി നടക്കും കുട്ടപ്പൻ. കൊട്ട തലയിൽ വെച്ചപ്പം ഓരോരോ ചിന്തകൾ കാട് കയറി. മുട്ടകൾ വിറ്റിട്ട് കിട്ടുന്ന കാശിന് ആടുകൾ 4 എണ്ണം വാങ്ങിയിടണം. കുട്ടപ്പൻ കൊട്ട തലയിൽ വെച്ചപ്പം ഓരോരോ ചിന്തകൾ കാട് കയറി. മുട്ടകൾ വിറ്റിട്ട് കിട്ടുന്ന കാശിന് ആടുകൾ 4 എണ്ണം വാങ്ങിയിടണം. പോറ്റി വളർത്തി പെരുപ്പിക്കും ആടിനെ ചന്തയ്ക്ക് പോയത് വിറ്റിടണം. കിട്ടിയ കാശ് കൊണ്ടത്രയും നല്ല 10 പശുക്കളെ വാങ്ങിയിടണം. പോറ്റി വളർത്തി പെരുപ്പിക്കും ആടിനെ ചന്തയ്ക്ക് പോയത് വിറ്റിടണം. കിട്ടിയ കാശ് കൊണ്ടത്രയും നല്ല 10 പശുക്കളെ വാങ്ങിയിടണം. പെറ്റു വളർന്ന പശുക്കളെ വിറ്റിട്ട് ഒട്ടേറെ വാഹനം ഒപ്പിക്കണം. എല്ലാറ്റിൽ നിന്നും ലഭിക്കും ലാഭത്തിനാൽ 2 നിലവീടൊന്നുണ്ടാക്കണം. കുട്ടപ്പനാരെന്ന് ചോദിക്കും നേരത്ത് രാജാവെന്ന് ജനമോതിടണം. മട്ടത്തിൽ വീടിന്റെ മച്ചിലിരുന്നിട്ട് കാര്യങ്ങളൊക്കെയും നോക്കിയിടണം. കുട്ടപ്പനാരെന്ന് ചോദിക്കും നേരത്ത് രാജാവെന്ന് ജനമോതിടണം. മട്ടത്തിൽ വീടിന്റെ മച്ചിലിരുന്നിട്ട് കാര്യങ്ങളൊക്കെയും നോക്കിയിടണം. ദൂരം പോയില്ല, നേരമൊട്ടും ആയില്ല, കൊട്ടയിൽ നിറയെ മുട്ടകളാണ്. കാര്യം കുട്ടൻ ഓർത്തില്ല, കാര്യം കുട്ടൻ ഓർത്തില്ല. വഴിയിലിരിക്കും പേപ്പട്ടി ചാടിക്കടിക്കും അയ്യയ്യോ, ഞെട്ടി വിറച്ചു കുട്ടപ്പൻ. വട്ടിയുമായി നിലം വിട്ടേ, വട്ടിയുമായി നിലം വിട്ടേ. തട്ടിയും മുട്ടിയും മുട്ടകളെല്ലാം പൊട്ടിപ്പോയി തീർന്നല്ലോ. കിട്ടിയ മുട്ടകൾ കൊട്ടയിലാക്കി കുട്ടപ്പൻ അവിടം വിട്ടേ. എന്റെ അമ്മ അമ്മക്കും നന്നല്ല, അത് വിട്ട ചിന്തയും ശരിയല്ല. അതിനാലേ വരും ഈ വിപത്തിന്റെ കാര്യം മറ്റാർക്കും പറയാൻ കഴിയില്ല. GHS
സ്കൂളിൻ്റെ താരം ചേരിയത്തിൻ അഭിമാനം നമ്മുടെ പ്രിയായച്ചമായ രവീന്ദ്രൻ സാറ് സ്കൂളിൻ്റെ പുരോഗതിയിൽ മുൻനിലയിൽ എന്നും നിൽക്കും, പഠനത്തിനും മികവ് നൽകും രവീന്ദ്രൻ സാറ്. സ്കൂളിൻ്റെ നന്മക്കായി മാതൃകയായി എന്നും നിൽക്കും നമ്മുടെ പ്രിയായച്ചമീന് മംഗളം നേരുന്നു. GHS സ്കൂളിൻ്റെ താരം ചേരിയത്തിൻ അഭിമാനം നമ്മുടെ പ്രിയായച്ചമായ രവീന്ദ്രൻ സാറ്. നമസ്കാരം. പ്രിയപ്പെട്ട നമ്മുടെ അച്ഛൻ, മറ്റു വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം സന്തോഷത്തിൻ്റെയും അതിലുപരി ദുഃഖവേളയിലുമാണല്ലോ. ഇന്ന് നമ്മുടെ അച്ഛൻ നമ്മോട് വിട പറയുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചത് രവീന്ദ്ര മാഷാണ്. നമ്മുടെ സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തിയിരുന്നെങ്കിലും പ്രാഥമിക സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ രവീന്ദ്രൻ മാഷുടെ ക്രിയാത്മകമായ ഇടപെടൽ കൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂൾ സൗകര്യങ്ങളുടെ കാര്യത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ വളരെ മുൻപന്തിലാണ്. വളരെ സൗമ്യനും എന്നാൽ തൻ്റെ ഉത്തരവാദിത്തത്തിൽ കണിശത പുലർത്തുന്നവരുമാണ് നമ്മുടെ അച്ഛൻ. 33 വർഷത്തെ സ്തുത്യാർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ശിഷ്ടജീവിതം ഭാസുരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ജയ് ഹിന്ദ്.
വിദ്യാലയം അറിവിന്റെ ലോകം അനുഭവങ്ങളുടെയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ എൻ്റെ കൊച്ചു അനുഭവങ്ങൾ നിങ്ങൾക്കും പങ്കുവെക്കാം. ഇപ്പോൾ 4 വർഷക്കാലത്തോളം നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ പ്രധാന അധ്യാപകനായ രവീന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിനുള്ള യാത്രയയപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് നാം ഓരോരുത്തരും. ഈ 4 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ സ്കൂളിനെ വളരെ മനോഹരമായി നിയന്ത്രിച്ചു പോന്നിരിക്കുകയാണ് രവീന്ദ്രൻ സാർ. പരീക്ഷാവേളകളിലും യുവജനോത്സവ വേളകളിലും ക്ലാസ് ടൈമുകളിലും ഈ കോവിഡ് കാലത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്ലാസ് ടൈമുകളിലുമെല്ലാം ഓരോ വിദ്യാർത്ഥിയുടെയും മേൽ സാറിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സ്കൂളിന് ആവശ്യമായ എല്ലാ സേവനങ്ങളും സപ്പോർട്ടും തന്ന സാറിന് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും സേവനങ്ങൾ ചെയ്ത് കൊതി തീർന്നിട്ടില്ല എങ്കിലും ഗവൺമെന്റ് അനുവദിച്ച കാലം നമുക്ക് പരിമിതമാണല്ലോ. ഈ വേളയിൽ മനസ്സിടറുന്ന ഒരു യാത്രയയപ്പ് സാറിന് നമുക്കും നൽകാം. വിദ്യാലയം എന്ന് കേൾക്കുമ്പോൾ എയർപോർട്ടിന്റെ പുറത്ത് വിദേശികളെ കാത്തു നിൽക്കുന്ന ബന്ധുക്കളുടെ അവസ്ഥയാണിപ്പോൾ ഞങ്ങൾ കുരുന്നുകളുടേത്. അതെ, ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട COVID-19 എന്ന മാരക വൈറസ് വർഷക്കാലത്തോളം സ്കൂളും മദ്രസയും വിരുന്നും കല്യാണങ്ങളും ഒന്നുമില്ലാതെ വീട്ടിനുള്ളിലെ ജയിൽവാസം അനുഭവിച്ചപ്പോഴാണ് സ്കൂൾ ജീവിതം എത്ര മനോഹാരിതമായിരുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്കൂൾ എന്ന് തുറക്കും, കൂട്ടുകാരോടൊത്ത് എന്ന് കൂടാനാകും, ടീച്ചേഴ്സിന്റെ തണൽ എന്ന് അനുഭവിക്കാനാകും എന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഓരോ കുരുന്നുകളും ദിനങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. ദിവസത്തിൽ അരമണിക്കൂർ മാത്രമുള്ള ഓൺലൈൻ ക്ലാസുകളും അവയിലെ വർക്കുകളും നല്ലവണ്ണം മനസ്സിലാകുന്ന ക്ലാസുകളാണ്. ഞങ്ങൾ മക്കൾക്ക് തന്നെ ക്ലാസ് കണ്ട് സ്വയം ചെയ്യാനുള്ള വർക്കുകളും. പക്ഷെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിന്റെയും കൂട്ടുകാരുടെയും കൂടെ ഇരുന്ന് പഠിക്കുന്ന അനുഭൂതി ഈ പഠനത്തിനില്ല. ഇപ്പോഴത്തെ പഠനങ്ങൾ ശരിക്കും ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സ് തന്നെ മരവിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും ടീച്ചേഴ്സ് നടത്തുന്ന ക്ലാസ് ടെസ്റ്റുകൾ അതാത് പാഠങ്ങൾ ശരിക്കും പഠിച്ചു മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. അതിനുപഹാരമായി ടീച്ചേഴ്സ് സമ്മാനമായി തന്നിരുന്ന ഒരു കടലാസ് പെൻസിലാണെങ്കിൽ പോലും അത് മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്നതായിരുന്നു. കൂട്ടുകാരോടൊത്ത് ഇന്റർബെല്ലിന് കഴിക്കുന്ന ഉപ്പിലിട്ട മാങ്ങയുടെയും നെല്ലിക്കയുടെയും രുചിയൊന്നും എന്റെ വിദ്യാലയം അറിവിന്റെ കവാടമാണ്, അനുഭവങ്ങളുടെ കലവറയും. അതിന്റെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കി തരാൻ മാരകമായ ഈ വൈറസ് വരേണ്ടി വന്നു എന്ന് മാത്രം. മനുഷ്യരാശിയുടെ നീചമായ പ്രവൃത്തികൾ കാരണം പടച്ച തമ്പുരാന്റെ കടുത്ത പരീക്ഷണമായിരിക്കാം ഒരു പക്ഷേ ഈ മഹാമാരി. ഇതിനെ ഒരു ദുരന്തമായി കാണാതെ ഇപ്പോൾ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഒഴിവു സമയങ്ങളിലും നന്നായി വിനിയോഗിക്കാൻ എൻ്റെ ഓരോ കൂട്ടുകാർക്കും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.
പള്ളിക്കൂട പരിസരമെത്തിയാൽ ഉള്ളിലുണ്ടെന്തോ വിരിയുന്നു. കൈമാടി ആരോ വിളിക്കുന്നു, കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ഗേറ്റു കടന്നു മുറ്റത്തെത്തും നേരത്തു ചുറ്റും വിളികൾ ഉയരുന്നു. പല്ലുപോയി പാടൂ വാർദ്ധക്യമെത്തിയ നെല്ലിമരം ചുമച്ചിടുന്നു. കല്ലെടുത്തെന്നെ എറിഞ്ഞിട്ടും നല്ല നെല്ലിക്ക തന്നില്ലേ കൂട്ടുകാരാ. നോവിൽ വിറയന്നു നിന്നിടുന്ന മാവിൻ്റെ ചില്ലകൾ ചൊല്ലിടുന്നു. കൈപിടിച്ചെന്നെ വലിച്ചിട്ടും തോളത്തു വെച്ചു ഞാൻ ആട്ടിയില്ലേ. പൊട്ടിപ്പൊളിഞ്ഞ കിണറിനടിയിലെ ഉറവയുറക്കെ കുറുകുന്നു. തൊട്ടിയാൽ എന്നെ തലക്കടിച്ചിട്ടും ദാഹിച്ച വെള്ളം പകർന്നില്ലേ. പൊന്ത പിടിച്ചു കിടക്കുന്ന തോപ്പിലെ പൊന്ത ചെത്തങ്ങൾ ചോദിച്ചു. പിച്ചിയും മാന്തിയും കണ്ണു നിറച്ചാലും ചൂടുവാൻ പൂവും ഞാൻ തന്നില്ലേ. ഓടിക്കളിച്ചു ഒഴുക്കിയ മുറ്റത്തു വാടിക്കിടക്കുന്ന ബാല്യകാലം. അടിപിടി കൂടി നടന്ന വരാന്തയിൽ പൊടി പിടിച്ചെന്തോ കിടക്കുണ്ടോ. മാളു തമ്പിരാൻ നോക്ക്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വിദ്യാലയത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയ മഹാൻ, ആത്മാർത്ഥതയുടെ പര്യായം, ചൂരൽ കഷായമോ കണ്ണൂരുട്ടലോ ഒന്നുമില്ലാതെ സ്നേഹബുദ്ധി ഉപദേശിച്ച് ഞങ്ങളെ നേർവഴിയിലാക്കാൻ ശ്രദ്ധിച്ച സ്നേഹ സമ്പന്നർ, വിജയികൾക്ക് നിർലോഭം സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും നിരന്തരം
നൽകിക്കൊണ്ടിരിക്കുന്ന ഗുണകാംക്ഷി. സഹതാപത്തോടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച മഹാനുഭാവൻ. കൃത്യനിഷ്ഠയുടെയും സമയബോധത്തിന്റെയും ജീവിക്കുന്ന പര്യായം. 10ാം ക്ലാസ്സിൽ നിന്ന് മുഴുവൻ A+ വാങ്ങിയവരെയെല്ലാം സ്വന്തം ചെലവിൽ സ്വർണ്ണ പതക്കം നൽകി ആദരിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വം. നല്ലത് മാത്രം പറഞ്ഞ് നല്ലത് മാത്രം പറയിപ്പിക്കാൻ കഴിഞ്ഞ നല്ലവനായ ഹെഡ് മാസ്റ്റർ. കൂട്ടരെ, ഇനിയും ഇനിയും പലതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ശ്രീ രവീന്ദ്രൻ സാർ. ഞങ്ങൾക്ക്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക്, പ്രദേശവാസികൾക്ക് എല്ലാം അനുകരിക്കാവുന്ന ധാരാളം ഉന്നത മാതൃകകളുള്ള ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. ഞങ്ങളുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ ശ്രീ രവീന്ദ്രൻ സാറിന്റെ ഔദ്യോഗിക റിട്ടയർമെന്റ് വേളയിൽ 5A ക്ലാസിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളാം. പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്ന ഉയിരിന്റെ യമുനയാണ്. ഇനി എന്റെ ശാന്തിയും എടുത്തു കൊള്ളുക, ഇനി എന്റെ ശാന്തിയും എടുത്തു കൊള്ളുക. കതിരു കൊത്താൻ കൂട്ടു കിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. കതിരു കൊത്താൻ കൂട്ടു കിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. നുരിയിട്ടു നിവരുന്ന ചെറുമിതൻ ചുണ്ടിൽ വയൽ പാട്ടു ചാർത്തും ചുവപ്പുമില്ല. നുരിയിട്ടു നിവരുന്ന ചെറുമിതൻ ചുണ്ടിൽ വയൽ പാട്ടു ചാർത്തും ചുവപ്പുമില്ല. നാമ്പുകൾ ഉണങ്ങിയ മുഖപ്പാടിനോരത്ത് നോക്കുകുത്തി പലക ബാക്കിയായി.
ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക. വികസനത്തിൻ പുതുവഴി തെളിച്ച് പുതുമകൾ നിറച്ച് ചെറിയത്തിൻ്റെ ഉഷസ് പ്രിയങ്കരനാം നമ്മുടെ അച്ഛമായ രവീന്ദ്രൻ സാർ വിരമിക്കുന്നേ. രവീന്ദ്രൻ സാറിൻ വിശാലമ മനസ്സ് സേവനത്തിൻ മതിപ്പ് സകലർക്കും ഉറപ്പ് നാടറിഞ്ഞ നായകനെ യാത്രയാക്കാൻ മംഗളം നേർന്നിടുന്നേ. നേടിയെടുത്തു സ്കൂളിൽ ഒത്തിരി മാറ്റങ്ങൾ, കെട്ടിടം ഗ്രൗണ്ട് മുറ്റം എന്തൊരു സുന്ദര നേട്ടങ്ങൾ, നേടിത്തന്നു നമുക്ക് നാട് കൊതിച്ച സ്വപ്നങ്ങൾ. നേടിയെടുത്തു സ്കൂളിൽ ഒത്തിരി മാറ്റങ്ങൾ, കെട്ടിടം ഗ്രൗണ്ട് മുറ്റം എന്തൊരു സുന്ദര നേട്ടങ്ങൾ, നേടിത്തന്നു നമുക്ക് നാട് കൊതിച്ച സ്വപ്നങ്ങൾ. ഒത്തിരി നേട്ടങ്ങൾ ചേരൻ സ്കൂളിൻ്റെ ഉയർച്ചക്കായി നേടിയെടുക്കാൻ ശ്രമിച്ചിടുന്നേ. നമ്മുടെ പ്രിയന രവീന്ദ്രൻ സാർ നാടിൻ്റെ അഭിമാനം, മാതൃകയാൽ മെച്ചമാണ് വികസനത്തിൻ പുതുവഴി തെളിച്ച് പുതുമകൾ നിറച്ച് ചെറിയത്തിൻ്റെ ഉഷസ് പ്രിയങ്കരനാം നമ്മുടെ അച്ഛമായ രവീന്ദ്രൻ സാർ വിരമിക്കുന്നേ. രവീന്ദ്രൻ സാറിൻ വിശാലമ മനസ്സ് സേവനത്തിൻ മതിപ്പ് സകലർക്കും ഉറപ്പ് നാടറിഞ്ഞ നായകനെ യാത്രയാക്കാൻ മംഗളം നേർന്നിടുന്നേ. നന്ദി.
എൻ്റെ കൂട്ടുകാരെ, പ്രിയ അധ്യാപകരെ, നമ്മുടെ ഹെഡ് മാസ്റ്റർ ഈ വർഷം വിരമിക്കുകയാണ്. ചേരിയം സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയതിനു ശേഷം സ്വന്തം ജീവിതം സ്കൂളിന് വേണ്ടി മാറ്റിവെച്ച ഒരു മാതൃകാ ഹെഡ് മാസ്റ്ററാണ് നമ്മുടെ HM ശ്രീ രവീന്ദ്രൻ സർ. കുട്ടികളായ ഞങ്ങളെ പഠന കാര്യത്തിലും പഠനേതര കാര്യത്തിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തരം സ്കോളർഷിപ്പിലും അദ്ദേഹം വളരെയധികം നിഷ്കർഷത പുലർത്തിയിരുന്നു. സ്കൂളിൻ്റെ എല്ലാവിധ വികസനത്തിലും അദ്ദേഹം അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. കുട്ടികളായ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്നു. നാട്ടുകാരുടെ കണ്ണിലുമിയാണ് അദ്ദേഹം. എല്ലാ കാര്യത്തിലും സത്യസന്ധത കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ചേരിയം സ്കൂൾ എക്കാലത്തും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള വികസനങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. SSLC 100% വിജയിക്കാനും അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് സ്കൂളിന് തീരാ നഷ്ടമാണ്. സാറിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി. ഓക്കെ. കൊമ്പിന്മേലെ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം. കൊമ്പ് പിടിച്ചു വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം. കൊമ്പിന്മേലെ ചാഞ്ചാടി കുടുങ്ങിയല്ലോ കുപ്പായം. കൊമ്പ് പിടിച്ചു വലിച്ചപ്പോൾ അങ്ങനെ കീറി കുപ്പായം. ഉണ്ണിക്കുട്ടൻ കൈനീട്ടി ഇപ്പോൾ കിട്ടും നല്ലൊരടി. പക്ഷേ തല്ലുകൾ വന്നില്ല, പക്ഷേ തല്ലുകൾ വന്നില്ല.
എന്താ അച്ഛാ തല്ലാത്തെ? ഉണ്ണിക്കുട്ട പൊന്മുത്തെ, സത്യം ചൊല്ലി നീ ഇപ്പോൾ. നേര് പറഞ്ഞാൽ തല്ലില്ല, നേര് പറഞ്ഞാൽ തല്ലില്ല. ഉണ്ണിക്കുട്ടൻ കൈനീട്ടി, ഇപ്പോൾ കിട്ടും നല്ലൊരടി. പക്ഷേ തല്ലുകൾ വന്നില്ല, പക്ഷേ തല്ലുകൾ വന്നില്ല. എന്താ അച്ഛാ തല്ലാത്തെ? ഉണ്ണിക്കുട്ട പൊന്മുത്തെ, സത്യം ചൊല്ലി നീ ഇപ്പോൾ. നേര് പറഞ്ഞാൽ തല്ലില്ല, നേര് പറഞ്ഞാൽ തല്ലില്ല. കൂട്ടുകാരെ, ഞാനിവിടെ ഒരു കവിതയാണ് ചൊല്ലുന്നത്. കാടുകൾ വെട്ടിത്തെളിച്ചപ്പറിഞ്ഞില്ല, കാട്ടാന കുത്തിമലർത്തുമെന്ന്. മരകളെ ചെത്തിയടിഞ്ഞപ്പറിഞ്ഞില്ല, മൺപൂൻ എന്നില്ല മെരുമെന്ന്, എന്തില്ല മെരുമെന്ന്. പാറകൾ വെട്ടിപ്പൊളിച്ചപ്പറിഞ്ഞില്ല, ഭൂമി വിളർന്നങ്ങ് പോകുമെന്ന്. തൊണ്ട നനക്കാനായി ദാഹിച്ചലഞ്ഞു ഞാൻ, കണ്ടില്ല പുഴകളെ എങ്ങുമെങ്ങും. മരമില്ല, മലയില്ല, പുഴയില്ല, തോളില്ല, അരത്തെ മക്കൾക്ക് മണ്ണുമില്ല. എന്നിനി കൂടുതമർത്യ നീ ഓർക്കുക, ഭൂമി നിനക്കന്നു സ്വന്തമല്ല. പാടിക്കളിക്കട്ടെ പൂത്തുമ്പിക്കൂട്ടവും, പാടിപ്പറക്കട്ടെ കുയിലമ്മയും. കൈകോർത്തു നട്ടിടാം ഒരു കുഞ്ഞു തൈനാളം, അറിയട്ടെ മണ്ണിനെ പൊന്നുമക്കൾ. തുടിക്കട്ടെ ചോലയിൽ, തിമിർക്കട്ടെ പുഴകളിൽ, അമ്മയാം ഭൂമിയിൽ രസിച്ചിരട്ടെ. കാട്ടിൽ പയ്യന കൊഞ്ചി പോടാ എന്ന പൊറുത്താണി, മുരട്ട് മുയല തൂക്കി പോക വന്ന പയടാണി. കട്ടുകാട് എന്ന തിരുട്ടു മുഴിക്കാട ഉരുട്ടി കോപ്പിലേക്കാണി. തിരുട്ടു പൂണ പോലെ എന്ന ഉരുട്ടി ഉരുട്ടി പാട്ട് ഉരുട്ട മാമാക്കി മുട്ടണി. ഒരുക്കി വെച്ച ചില്ലറയ പോലനി, മണിപ്പില്ലെന്ന നമ്മ ചെന്ന് കുട്ടുപോലനി. ആഴകല്ല ഇരുന്ന എന്ന പെഞ്ചു പോലാക്കി കുട്ട എന്ന വിട്ട വെച്ച് വെട്ടനി. Teachers, students, and my beloved principal. My name is Mohammed Razin. I study in 4th B. I welcome you all to this special event, which is both bitter and sweet, as our principal, Mr. Ravindran sir is retiring today. Event, though we are set to bid goodbye to our respected principal. We are happy that he would now be able to spend his time for his family and friends. Our beloved principal sir, Mr. Ravindran sir, worked for around three years in our organization. He gave a great contribution in the growth and expansion of our organization. Let me not miss this opportunity of saying a few words in his
in his honor. He has touched the lives and brought out the best in us. His attitude towards work has always been inspiration for all of us. So I am concluding my words. Thank you. വിദ്യാലയത്തിലുമുറ്റത്തിലുത്തിരി വിജ്ഞാനവാടി തളുത്തു വന്നു. വർണ്ണവും ഗന്ധവും പാട്ടും പഠനവും വിസ്മയമെത്രയോ കൊണ്ടുവന്നു. വിദ്യ പകർന്ന ഗുരുക്കൾക്കൊരുത്തമാസം ഗുരു നേതൃത്വം ഏറ്റെടുത്തു. അദ്ദേഹമേറെ ജ്വലിക്കുന്ന വ്യക്തിത്വം അങ്ങനെ തന്നെ നിറഞ്ഞു. ഒരു ചൂരൽ കഷായവും കൂട്ടരെ ഇല്ലൊരു കാല വിളംബവുമേ. ഇല്ലില്ല പാഴ്വാക്കുമില്ലൊരു നാട്യവും ഇല്ലാതായി പേടിയും കൂട്ടുകാരെ. തിന്നിലൊളിക്കുന്ന പാവം കിടാങ്ങളെ നന്നു നീ കൈപിടിച്ചാനയിച്ചു. ഒന്നു കളിക്കുവാനാഞ്ഞവർക്കായി നീ അന്നൊരു നോട്ടം കരുതി വെച്ചു. സ്നേഹബുദ്ധ്യാലുള്ള ശാസനയേകി നീ ആഹാ കടിഞ്ഞാണു തീർത്തു വെച്ചു. ആത്മാർത്ഥമായി നീ ചെയ്ത കാര്യങ്ങളോ ആരിലും സന്തോഷമേറ്റി വെച്ചു. കുഞ്ഞുങ്ങളായി കണ്ടു ഞങ്ങൾക്കു വേണ്ടുന്നതെല്ലാം കനിഞ്ഞേകുമധ്യാപക. മാതൃകാ പുരുഷ ഞങ്ങളിന്നങ്ങേക്കു മാനസ നേരുന്നിതാശംസകൾ. Good morning, respected principal, teachers and my friends. Here I feel grateful to deliver this farewell speech on such outstanding day like this. We are all here to bid goodbye to our valuable High Sir Ravindran Sir. Today I realized how time and comes moments fly. Our headmaster good active for all areas, that arts, sports and education. Ravindran sir is good teacher for all of us. I am ending my words. Thank you. വൃത്തിൽ പകർന്ന് അതിലേറെ വാത്സല്യ കരുതലും തന്നെ അവനിൽ ഞാനെന്നും കണ്ട ദൈവമാം അവരെൻ്റെ ജീവിലെ ഗുരുശ്രേഷ്ഠരാം. അറിവിൻ ചിരാതന്ത്രത്തിൽ പകർന്ന് അതിലേറെ വാത്സല്യ കരുതലും തന്ന് അവനിൽ ഞാനെന്നും കണ്ട ദൈവമാ അവരെൻ്റെ ജീവിത ഗുരുശ്രേഷ്ഠരാം. സ്വരമുരുകി വെട്ടം പരത്തുന്ന നെയ്ത്തിരി സ്വരമിനിയും കേൾക്കുവാൻ ഉള്ളിൽ കൊതി. സ്വരമുരുകി വെട്ടം പരത്തുന്ന നെയ്ത്തിരി സ്വരമിനിയും കേൾക്കുവാൻ ഉള്ളിൽ കൊതി. കാരുണ്യ ചിറകു വിരിച്ചെങ്കിൽ കാവലായി കാത്തുള്ളോരമ്മ കിളിയാണവർ. നേരിൻ്റെ വീതിയിൽ കൈപിടിച്ച് നേട്ടത്തിൽ പടവുകൾ കയറാനയച്ച്. നേരിൻ്റെ വീതിയിൽ കൈപിടിച്ച് നേട്ടത്തിൽ പടവുകൾ കയറാനയച്ച്. നാളെന്നും തേടുന്നു അവരുള്ളുറച്ച് നിറമം കിനാക്കൾക്കു അവർ. നന്ദി വാക്കേറെ ചൊന്നാലും തീരില്ല ഈ കടം പൊന്നാലളന്നാലും. നന്ദി വാക്കേറെ ചൊന്നാലും തീരില്ല ഈ കടം പൊന്നാലളന്നാലും. നരവന്ന് നിളിച്ചും നീ മണ്ണോടണഞ്ഞാലും നിറശോഭ ചിത്രമായി ഉള്ളിൽ അവർ. നരവന്ന് വിളിച്ചും നീ മണ്ണോടണഞ്ഞാലും ശോഭാചിത്രമായി ഉള്ളിൽ അവർ. മധുരാനുഭൂതിയിൽ ഇന്നും സ്മരിക്കുന്നു മനമുരുകി നന്മക്കായി എന്നെന്നും തേടുന്നു. മധുരാനുഭൂതിയിൽ ഇന്നും സ്മരിക്കുന്നു മനമുരുകി നന്മക്കായി എന്നെന്നും തേടുന്നു. മനമുരുകി നന്മക്കായി എന്നെന്നും
വന്ദനം. ഏറെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ ഒത്തുകൂടൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ സാറിൻ്റെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. സുദീർഘമായ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും നമ്മുടെ സ്നേഹനിധിയായ ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ സാർ വിടവാങ്ങുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഉന്നതിക്കായി എല്ലാ അർത്ഥത്തിലും പരിശ്രമിച്ച നമ്മുടെ സാർ തികച്ചും ശൈശവദശയിലുണ്ടായിരുന്ന നമ്മുടെ വിദ്യാലയത്തെ മികച്ച ഒരു വിദ്യാലയമാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയും അഭിമാനത്തോടെയുമാണ് പടിയിറങ്ങുന്നത്. മികച്ച അധ്യാപകനാകുന്നത് അവാർഡുകളിലൂടെയോ അംഗീകാരങ്ങളിലൂടെയോ അല്ല, മറിച്ച് നാട്ടുകാരിലും വിദ്യാർത്ഥികളിലുമുള്ള സമ്മതിയിലൂടെയാണ്. ഈ സമ്മതിയിലൂടെയാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ സാർ GHS സ്റ്റേഡിയം മംഗളയിൽ നിന്നും വിട പറയുന്നത്. 3 വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ പ്രധാന അധ്യാപകനായിരുന്ന നമ്മുടെ സാർ നമ്മുടെ സ്കൂളിനെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. പഠന നിലവാരത്തിൽ നമ്മുടെ സ്കൂൾ മുൻപന്തിയിലായി. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു. സ്കോളർഷിപ്പ് പരീക്ഷകളിൽ നമ്മളുടെ സ്കൂൾ തിളങ്ങി. മംഗള സബ് ജില്ലാ കലോത്സവത്തിന് ഈ കാലഘട്ടത്തിലും വേദിയാവാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു. ചേരിയം ഗ്രാമത്തിന്റെ അധ്യാപന മേഖലയിൽ രവീന്ദ്രൻ സാറിന്റെ വിടവാങ്ങൽ ഒരു നഷ്ടമാണെങ്കിലും കലാകായിക രംഗത്തും മികച്ച ഒരു കൃഷിക്കാരൻ എന്ന നിലയിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഇനിയും നഷ്ടപ്പെടാത്ത യൗവനത്തോടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ സാറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട രവീന്ദ്രൻ സാറിന് ആയുരാരോഗ്യ സൗഖ്യത്തോടെയുള്ള ഒരു വിശ്രമ ജീവിതമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
गोरी तेरे साथ माँ। घिर 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 के आई बारिश बरसात माँ, उड़े 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 जिया गोरी तेरे साथ माँ। ਜਿਹਦੇ ਉੱਤੇ ਮਰਦੀ ਮੰਡੀਰ ਮੁੰਡਿਆ ਮਰ ਗਿਆ ਉਹ ਕੁੜੀ ਤੇਰੀ ਲੁੱਕ ਤੇ ਸੜਕਾਂ ਤੇ ਫਿਰ ਤੇਰੀ ਕਾਰ ਲੱਭਦੀ ਨੀ ਕੁੜੀ ਜਿਹੜੀ ਫੇਸਬੁੱਕ ਤੇ ਨੰਬਰ ਨੂੰ ਛੱਡ ਜੱਟਾ ਦਿਲ ਮੇਰਾ ਲੈ ਜਾ ਲੰਘ ਜਾਣਾ ਅੱਖ ਮੇਰੇ ਵੱਲ ਕਰਕੇ ਗੱਲ ਤਾਂ ਜੱਟੀ ਨਾ ਤੇਰੀ ਬਣੀ ਪਈ ਹੈ ਵੇਖ ਤਾਂ ਸਹੀ ਤੂੰ ਜੱਟਾ ਗੱਲ ਕਰਕੇ ਗੱਲ ਤਾਂ ਜੱਟੀ ਨਾ ਤੇਰੀ ਬਣੀ ਪਈ ਹੈ ਵੇਖ ਤਾਂ ਸਹੀ ਤੂੰ ਜੱਟਾ ਗੱਲ ਕਰਕੇ ਮੰਨਿਆ ਮੈਂ ਰੇਟ ਤੇਰੇ ਹਾਈ ਕਰਤੇ ਇੱਕ ਵਾਰੀ ਵੇਖ ਕੇ ਤਾਂ ਹੱਸਦੇ ਆ ਕਰ ਤੈਨੂੰ ਵੇਖੇ ਬਿਨਾ ਦਿਨ ਲੰਘਦਾ ਨਹੀਂ ਕਿੱਥੇ ਆ ਲੋਕੇਸ਼ਨ ਤਾਂ ਦੱਸਦੇ ਆ ਕਰ ਮੁੰਡੇ ਮੇਰੇ ਪਿੱਛੇ ਤੇਰੇ ਪਿੱਛੇ ਆਉਣਾ ਮੈਂ ਹਾਲੇ ਜ਼ੋਰ ਤੈਨੂੰ ਆਪਣਾ ਬਣਾਉਣਾ ਮੈਂ ਕਾਰ 'ਚ ਬਿਠਾ ਕੇ ਤੈਨੂੰ ਗੇੜਾ ਲਾਉਣਾ ਮੈਂ ਕੁੜੀਆਂ ਨਾਲ ਬੈਠ ਆਈ ਗੱਲ ਕਰਕੇ ਗੱਲ ਤਾਂ ਜੱਟੀ ਨਾ ਤੇਰੀ ਬਣੀ ਪਈ ਹੈ ਵੇਖ ਤਾਂ ਸਹੀ ਤੂੰ ਜੱਟਾ ਗੱਲ ਕਰਕੇ ਗੱਲ ਤਾਂ ਜੱਟੀ ਨਾ ਤੇਰੀ ਬਣੀ ਪਈ ਹੈ ਵੇਖ ਤਾਂ ਸਹੀ ਤੂੰ ਜੱਟਾ ਗੱਲ ਕਰਕੇ ਤੂੰ ਹੋ ਗਈ 1 2 2 ਉਹ ਕੁੜੀਏ what to do ਉਹ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ਪਤੰਗਾਂ ਵਰਗੀ ਤੂੰ ਐਵੇਂ ਉੱਡਦੀ ਉਹ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ਹਿੱਲਾਂ ਤੇ ਚੱਲਦੀ ਟੁਕ ਟੁਕ ਤੂੰ ਕਰਦੀ ਮੇਕਅਪ ਤੂੰ ਕਰਦੀ ਆ ਅੰਗਰੇਜ਼ੀ ਪੜ੍ਹਦੀ ਗਿਟ ਪਿਟ ਤੂੰ ਕਰਦੀ ਜਿਵੇਂ ਕੁਈਨ ਸਾਡੀ ਵਿਕਟੋਰੀਆ ਤੂੰ ਕੈਂਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਤੂੰ ਘੰਟੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਠੁਮਕਦਾ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ സർ മറ്റു അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ നമ്മുടെ സ്കൂളിനോട് വിട പറയുകയാണ് 3 വർഷമായിട്ട് സ്കൂളിന്റെ വെളിച്ചവും അഭിമാനവുമായിരുന്നു അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനസ്സിൽ സ്നേഹവും മുഖത്ത് പുഞ്ചിരിയും ഉള്ള ആളാണ് എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചിരുന്നു ഇതുപോലെയുള്ള അധ്യാപകരാണ് നമുക്ക് മാതൃകയാകേണ്ടത് നമ്മുടെ മനസ്സിൽ എപ്പോഴും സാറിന് പ്രഥമ സ്ഥാനം ഉണ്ടായിരിക്കും തുടർന്നുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേരുന്നു ഇതുവരെ സാറ് നമുക്ക് ചെയ്തു തന്ന എല്ലാ ഉപദേശങ്ങൾക്കും സപ്പോർട്ടിനും സ്നേഹത്തോടെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു നന്ദി Come on,
चटोरी चीनी घोल खड़कने से खड़कती है खिड़कियां, खिड़कियों के खड़कने से खड़कता है खड़क सिंह। खड़क सिंह के खड़कने से खड़कती है खिड़कियां, खिड़कियों के खड़कने से खड़कता है खड़क सिंह। कितना मुश्किल ये गाना जरा गा के दिखाना। खड़क खड़क के खड़के खड़के खड़क सिंह का खड़के जोर, चंदा चमकी चम चमची खेचो गन्ना झोल, चीटी चाटे चीनी चटोरी चीनी घोल। चंदा चमके चम चमची खेचो गन्ना झोल, चीटी चाटे चीनी चटोरी चीनी घोल। मुंडिया मर गया ओ कुड़ी तेरी लुक ते, सड़कां ते फिर तेरी कार लभदी नी कुड़ी जेड़ी फेसबुक ते। नंबर नू छड्ड जट्टा दिल मेरा ले जा, लंघ जाना अख मेरे वल करके। गल तां जट्टी ना तेरी बनी पई है, देख तां सही तू जट्टा गल करके। गल तां जट्टी ना तेरी बनी पई है, देख तां सही तू जट्टा गल करके। रेट तेरे हाई करते, एक बारी वेख के तां हस दिया कर। तैनू वेख बिना दिन लंघदा नहीं, किथे आ लोकेशन तां दस दिया कर। मुंडे मेरे पीछे तेरे पीछे आना मैं, लाल जोर तैनू अपना बनाना मैं। कार च बिठा के तैनू गेड़ा लाना मैं, कुड़ियां न बैठ आई कल करके। गल तां जट्टी ना तेरी बनी पई है, देख तां सही तू जट्टा गल करके। गल तां जट्टी ना तेरी बनी पई है, देख तां सही तू जट्टा गल करके। മദീനത്ത് മയങ്ങുന്ന മദതകമായി വിളങ്ങുന്ന മെഹബൂബ് നബിയേ സലാം അലൈക സലാം അലൈക. മനസ്സകം കവർന്നൊരു കനിവിൻ്റെ പൊരുൾ ഗുരു മുഹമ്മദ് റസൂലേ സലാം അലൈക സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി ഫിദാക യാ നസീബല്ലാഹ്, റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, റൂഹി ഫിദാക യാ നസീബല്ലാഹ്. मदीना का शहजादा हूँ, लाओ फलक से अर्क लाके दो, प्याला पीने पे आमादा हूँ। थोड़ा परा भरो प्याला सारा भरो, प्यासा न रखना मुझे। शाम परोसी है चांद परोसा है, कोई कमी ना रहे। अरे झोंका लगा के ओ डार्लिंग, झोंका लगा के ओ डार्लिंग, नाम मेरा रख ले जरा
धड़ाक आजा उड़ के सराट पैरों से बीड़ी जरा खोल नगाड़ संग ढोल बाजे हाय धाय धम धम धाय नगाड़ संग ढोल बाजे हाय धाय धाय धम धाय ये धिन तड़ाक आजा उड़ के सराट पैरों से बीड़ी जरा खोल नगाड़ संग ढोल बाजे हाय धाय धम धम धाय
ఆడియన్స్ లాగా మౌనంకున్నా గాని అమ్ము లోన దండనగా జరిగిందే నమ్ము దిమ్మ తిరిగి నాదే మైండ్ సిమ్ము రాజుల కాలం కాదు రథము గుర్రం లేవు అద్దం ముందర నాతో నేనే యుద్ధం చేస్తా అంటే గాజుల చేతులు జాపి దగ్గరకొచ్చిన నువ్వు చెంపల్లో చిటికేసి చక్రవర్తిని చేసావు చిన్నగా చినుకు తుంపరడిగితే కుండ పుటగా తుఫాను తెస్తే మాటగా మళ్ళీ తూము నడిగితే ముటగా కూడా తొటగా పైనుచ్చి పడితివే బుట్ట బొమ్మ నన్ను చుట్టుకుంటివే జిందగీకే అడ్డ బొమ్మై జంట కట్టుకుంటివే వేలి నిండా నన్ను తీసి పట్టు పెట్టుకుంటివే గాలి కింది పువ్వు నేను నెత్తి నెట్టుకుంటివే തങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു പാവമ്മ ഒരു കെട്ടുവിറക് തലയിലെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവരുടെ കണ്ണുകൾ വല്ലാതെ പൊഴിഞ്ഞിരിക്കുന്നു. കവിളുകൾ ഒട്ടിയിട്ടുണ്ട്. മുഖത്ത് പട്ടിണിയുടെ നിഴലുണ്ട്. ഇത് കണ്ട് മനസ്സറിഞ്ഞ നബി തങ്ങൾ ഇങ്ങോട്ട് ഓടിച്ചെന്നു. ഉമ്മ, ഞാൻ സഹായിക്കാം. ആ കെട്ടുവിറക് സ്വന്തം ശിരസിൽ വെച്ച് മുന്നോട്ട് നടന്നു. വഴികാട്ടിയായ ഉമ്മുമ്മയും കുറേ ദൂരം നടന്നപ്പോൾ ഉമ്മുമ്മയുടെ വീടെത്തി. ചുമടക്കിയ ശേഷം യാത്ര പറയാൻ ഒരുങ്ങി. അപ്പോൾ ഉമ്മുമ്മയ്ക്ക് വല്ലാത്ത സങ്കടം. മോനെ, നിനക്ക് പ്രതിഫലമായി തരാനൊന്നുമില്ല. എന്നാൽ എന്റെ ഉപദേശം കേൾക്കൂ. അറേബ്യയുടെ പടിഞ്ഞാറിൽ മുഹമ്മദ് എന്ന പുത്തൻ മതക്കാരൻ വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ ദൈവങ്ങളായ ലാത്തയെയും ഉസ്സയെയും മറ്റുള്ളവരെ എല്ലാം തള്ളി പറയുന്നു. അവനെ സൂക്ഷിക്കണേ. ഇത് കേട്ട് മുത്തുനബി പുഞ്ചിരിച്ചാണ്ട് പറഞ്ഞു, ഉമ്മുമ്മ, നിങ്ങൾ പറഞ്ഞ ആ മുഹമ്മദ് ഞാനാണ്. ഇത് കേട്ട് നാം ഇപ്പോൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പരിസ്ഥിതി മലിനീകരണം. പരിസ്ഥിതി മലിനീകരണം 3 തരമാണ്: വായു മലിനീകരണം, ജലമലിനീകരണം, ശബ്ദമലിനീകരണം. വലിയ വലിയ ഫാക്ടറികൾ കെട്ടിയുണ്ടാക്കി അതിൽ 100 കണക്കിന് ആളുകൾ ജോലി ചെയ്ത് അതിൽ നിന്നുള്ള കരിയും പുകയും മറ്റു വൃത്തികേടുകളുമെല്ലാം വായുവിലേക്ക് തള്ളിയിടുന്നു. അപ്പോൾ നമുക്ക് ശുദ്ധമായ ഓക്സിജന്റെ അളവ് കുറയുകയും നമുക്ക് ശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്കുമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊന്നുമല്ല, 2019 ആ വർഷങ്ങളിലൊക്കെ പത്രങ്ങളുണ്ടായിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഡൽഹിയിൽ കോളേജുകളും സ്കൂളുകളും അവധി. എന്തുകൊണ്ട്? അവിടുത്തെ ശുദ്ധമായ ഓക്സിജന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. പിന്നീട് നാം അനുഭവിക്കുന്ന മറ്റൊരു ദുരാവസ്ഥയാണ് ജലമലിനീകരണം. മലിനജലം എന്നൊന്നില്ല, നാം മലിനമാക്കുന്ന ജലമേ ഉള്ളൂ. എത്ര ശരിയാണ് ആ ചൊല്ല്. മനുഷ്യൻ മാത്രമാണ് ജലം മലിനമാക്കുന്നത്. മറ്റു ജീവജാലങ്ങൾക്കെല്ലാം ജലത്തിന്റെ പ്രാധാന്യം അറിയാം. പണ്ട് നമ്മുടെ കേരളം ശുദ്ധജലത്തിന്റെ നാടായിരുന്നു. എന്നാൽ ഇപ്പോഴോ നമ്മുടെ നാട്ടിൽ നിറച്ച് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്.
അതിൽ നിന്നുള്ള മലിനജലം ജല സ്രോതസ്സുകളായ കിണർ, കുളം, പുഴ എന്നിവയിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ നമുക്ക് ശുദ്ധജലം കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട്, അപ്പൂപ്പൻ ആറ്റിൽ കണ്ടു, അച്ഛൻ കിണറ്റിൽ കണ്ടു, ഞാൻ പൈപ്പിൽ കണ്ടു, മകൻ കുപ്പിയിൽ കണ്ടു, ചെറുമകൻ ഇനി എവിടെ കാണുമെന്നോ. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ശുദ്ധവായുവും ശുദ്ധജലവും വൃത്തിയുള്ള വാസസ്ഥലവും സംരക്ഷിച്ചു. എന്നാൽ നമ്മളോ പുതിയ തലമുറയ്ക്ക് വേണ്ടി മലിനജലം, മലിനവായു, വൃത്തികേടായ വാസസ്ഥലവുമാണ് സംരക്ഷിക്കുന്നത്. നമുക്കും നമ്മുടെ പൂർവികരെ പോലെ ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, വൃത്തിയുള്ള വാസസ്ഥലം എന്നീ സംരക്ഷിച്ചുകൊണ്ട് തലമുറയെ വരവേൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകവീതിയിൽ നാം കടന്ന നേരം കൈകൊട്ടി അരികിൽ വന്നു നിന്നു കേളി ഭവനം ഈ കലാലയം കലാതീർത്ഥരംഗണം ഈ കലാലയം കലാതീർത്ഥരംഗണം ഇവിടെയല്ല ഞാൻ പിച്ച വെച്ചതിൻ രതിരാഗവീതിയിൽ സങ്കൽപ്പവീതിയിൽ ഇവിടെയല്ല ഞാൻ പിച്ച വെച്ചതിൻ രതിരാഗവീതിയിൽ സങ്കൽപ്പവീതിയിൽ എഴുത്തച്ഛനും ചെറുശേരിയും പിന്നെ തുഞ്ചനെന്ന ത്രയകവികൾ തീർത്ഥരാഗമിൽ വിസ്മയിച്ചതും പിന്നെ പരിചയിച്ചതും ഈ കലാലയം കലാതീർത്ഥരംഗനം ഈ കലാലയം കലാതീർത്ഥരംഗണം. سهر وقتي عد نجوم واللي بده يلوم يلوم
روحي رضياني ആശംസകൾ നൂറു നൂറാശംസകൾ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ മലരുകൾ നിരത്തി കതിരുകൾ നിവർത്തി വന്നണയും ദിവസം മലരുകൾ നിവർത്തി കതിരുകൾ നിരത്തി വന്നണയും ദിവസം സ്മരണകൾ പുതുക്കി മധുരിമ ഒഴുക്കി പൊന്നണയും ദിവസം സ്മരണകൾ പുതുക്കി മധുരിമ ഒഴുക്കി പൊന്നണയും ദിവസം ഞാനിന്തു തരുവാൻ നിൻ മനം നിറയെ ഭാവുകം പകരാം നിൻ മോഹവാഹിനി തീരഭൂമികൾ പുഷ്പഹാരമണിയാൻ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീറി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ